ക്രിപ്റ്റോ പവറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും നല്ല പാനിക്കിലായിരിക്കും. ഇപ്പോൾ മാർക്കറ്റ് ആണെങ്കിൽ ബിറ്റ്കോയിൻ നല്ല രീതിയിൽ തന്നെ ഡംപായി. അപ്പോൾ ബിറ്റ്കോയിൻ ഇനിയൊരു ഡംപിലോട്ടൊക്കെ പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മാക്സിമം ഒരു 48K, അപ്പോൾ അതിലും താഴെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ബൈ ചെയ്യാൻ പറ്റിയ കുറച്ച് ആൾട്ട് കോയിൻ, ഇപ്പോൾ നിങ്ങൾക്ക് പ്രൈവസി ആയിട്ടുള്ള ആൾട്ട് കോയിനൊക്കെ ആയ സെക്കൊക്കെ നല്ല രീതിയിൽ പമ്പായെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പം സെക്ക്, അതുകൊണ്ട് അങ്ങനെ പ്രൈവസി SMR, ഇതൊക്കെ പ്രൈവസി കോയിനുകളാണ്, അറിയായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ പ്രൈവസി കോയിനുകളുണ്ട്, അതൊക്കെ നിങ്ങൾ വളരെ തുച്ഛമായ പ്രൈസിന് കിട്ടും. DGB നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഓക്കെ, DigiByte. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ബൈ ചെയ്യാം. ഇതിപ്പം ഒരു $1.5 ഉണ്ട്, ഒരു 500 ക്വാണ്ടിറ്റി കിട്ടും. ഒരു 1000 ക്വാണ്ടിറ്റിയെങ്കിലും ഒന്ന് മേടിച്ചിടുക. പിന്നെ നമുക്ക് ഒരുപാട് പൈസ കൊടുത്ത് മേടിക്കണമെന്നൊന്നും പറയില്ല കേട്ടോ. നമുക്കൊരു ചെറിയൊരു എമൗണ്ടിന് മേടിച്ച്, ഇതൊക്കെ പ്രൈവസിയാണ്. അപ്പോൾ ഇതിൻ്റെ ഓൾ ടൈം ഹൈയും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം എടുക്കുക. അപ്പം വേറെ ഒന്നുമില്ല, ഇത് മെയ്ഡ് ഇൻ അമേരിക്ക, അങ്ങനെ ലെയർ 1. അപ്പം ഇതൊരു പ്രൈവറ്റാണ്, പ്രൈവസിക്ക് കീപ്പ് ചെയ്യാവുന്ന ഒരു ആൾട്ട് കോയിനാണ്. അപ്പം ഇതിൻ്റെ ആൾ ടൈം ഹൈ എന്ന് വെച്ചാൽ 0.1825, അതായത് 2021 ആൾട്ട് കോയിൻ സീസണ്. പിന്നെ ഏറ്റവും ലോ എന്ന് പറഞ്ഞാൽ December 20, 2000 ആ ടൈമിലാണ് ഇത് വന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നൊരു ആൾട്ട് കോയിനാണ്. പിന്നുള്ളത് സിലിക്ക. ഓക്കെ, സിലിക്ക സെർച്ച് ചെയ്ത് തെറ്റിപ്പോയി. സിലിക്ക ഇതായിപ്പോയി, റോങ് ആയി. എന്നാലും നമുക്ക് അല്ലാതെ നോക്കാം ക്രിപ്റ്റോ കറൻസികൾ ഏതൊക്കെയുണ്ടെന്ന്. അപ്പോൾ അടുത്ത ഞാൻ പറയുന്നത് SVG എന്നൊരു ടോക്കണുണ്ട്. SVG അത് നമുക്ക് നോക്കാവേ. ഇത് SVG എന്ന് വെച്ചാൽ വെർജ് എന്ന് പറയും അതിനൊരു, അല്ലാതെ നമ്മളൊരു ടാഗിൽ SVG എന്നാണ്. അപ്പോൾ ഇതൊരു പ്രൈവസി കോയിനുകളാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ബൈ ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുക. ഇതിൻ്റെ സപ്ലൈയും കാര്യങ്ങളും 18.52 ബില്യൺ. സപ്ലൈ ഒന്നും കാര്യമാക്കുന്നില്ല, നല്ല രീതിയിലുള്ള പ്രൈവസി കോയിനുകൾ ഇപ്പം സപ്ലൈ ഉള്ളത് എന്ന് വെച്ചാൽ XLM ഒക്കെ അത്യാവശ്യം ഒരു 28 ബില്യണോളം സർക്കുലേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഒരു പ്രൈസ് ഇപ്പം നല്ല രീതിയിൽ ഒരു പമ്പായില്ലേ. അപ്പോൾ ഇപ്പോൾ തന്നെ അത് 20 സെൻറ്റ് ഇതിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒത്തിരി ലോസിലാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സപ്ലൈ കുറവാണ്, പിന്നെ ഒരു പ്രൈവസിയാണ്. അപ്പം ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ആൾ ടൈം ഹൈയും കാര്യങ്ങളൊക്കെ നോക്കാം. ഓൾ ടൈം ഹൈ എന്ന് വെച്ചാൽ 30 സെൻറ്റ്, അത്രയൊന്നും എത്തിയില്ലെങ്കിലും നിങ്ങൾക്ക് എന്തൊക്കെയായാലും ഇത് ബൈ ചെയ്താലും നിങ്ങൾക്ക് ഒരു ലാഭം കിട്ടും. അപ്പോൾ അത്രയൊന്നും എത്തണമെന്നില്ല, ഒരു 10-15 സെൻറ്റ് എത്തിയാലും നിങ്ങളിപ്പം ബൈ ചെയ്താലും അവിടെ ഇതൊരു വാലറ്റ് ഇട്ടാൽ മതി. മറ്റേ DigiByte ഒക്കെ ആണെങ്കിലും ട്രസ്റ്റ് വാലറ്റിൽ തന്നെ സെർച്ച് ചെയ്താൽ അവിടെ റിസീവ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ആൾട്ട് കോയിനെ നോക്കാം. ഹെഡേര HBAR. അപ്പോൾ ഇത് നല്ലൊരു ആൾട്ട് കോയിനാണ്. അപ്പോൾ ഇത് റിയൽ വേൾഡ് അസറ്റും കാര്യങ്ങളും, ഇത് അമേരിക്കയുടെ ഒരു മെയിനൊരു കോയിനാണ്. ഇത് ഓൾറെഡി അറിയായിരിക്കും, ഹെഡേര HBAR. അപ്പോൾ ഇതിൻ്റെ ഓൾ ടൈം ഇപ്പം നല്ല രീതിയിൽ ലോസ് നിൽക്കുകയാണ്. ഓക്കെ നോക്കി അറിയാം ഇതിൻ്റെ പ്രൈസ് പെർഫോമൻസ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ലോസ് നിൽക്കുകയാണ്. ഓക്കെ, എന്നാലും അന്ന് ആൾട്ട് ലോ ഉണ്ടായത് നേരത്തെ ഒരു സമയത്താണ്, 2020 ആ ടൈമിലൊക്കെയാണ് ഒരുവിധമൊക്കെ മാർക്കറ്റിൽ വരുന്നത്. അപ്പോൾ ഇത് 0.57 സെൻറ്റ് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ഇത് ബൈ ചെയ്യാം. ഇനി അടുത്ത് നോക്കാം. ഇത് ഫയൽ കോയിൻ. അപ്പോൾ ഫയൽ കോയിന് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകും. ഇപ്പോൾ നല്ല രീതിയിൽ ഡൗൺ ആണ്, നിങ്ങൾക്ക് 1-2 ഒക്കെ മേടിച്ചിടാം. അപ്പോൾ ഇത് അക്കൗണ്ട് ഒന്നും ചെയ്യാല്ല. ഇതെന്ന് വെച്ചാൽ ഇതിന് സപ്ലൈ ഉണ്ടായ ഒരു സാധനമാണ്. ഇതൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് ഈ ഒരു ഫയൽ കോയിൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഇടയ്ക്കൊന്നും ഇത് പമ്പായിരുന്നു, പെട്ടെന്നാണ് ഈ മാർക്കറ്റ് ഒന്ന് തിരിച്ചു കയറിയാൽ പെട്ടെന്ന് പമ്പാവുന്നതാണ് ഇതൊക്കെ. ഇത് സുയിയെ വിട്ടുപോയതല്ല, അത് നിങ്ങൾക്ക് മേടിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതിപ്പം നല്ല ലോയിൽ നിൽക്കുകയാണ്, ഇന്ന് തന്നെ നല്ല രീതിയിൽ ലോയിൽ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഏറ്റവും ഓൾ ടൈം ലോ വന്നത് ഒരു 8 മന്ത് കഴിഞ്ഞ ഒരു October 10-11 ഈ ഒരു ടൈമിൽ ഒരു ക്രാഷ് വന്നില്ല, ആ ഒരു ടൈമിലാണ്. ഇതിൻ്റെ ഓൾ ടൈം ആണ് ഏറ്റവും വലിയ കോമഡി എന്നും പറയാം. $237 ഉണ്ട്. $237 ഉണ്ട് ഇതിൻ്റെ ആ ഒരു വില, ആ ഒരു വന്നത്. ഇപ്പോൾ ഇതിൻ്റെ വില എത്രയോ കുറവ്, 1-2 മേടിച്ചിടാം. ഓക്കെ, ലോങ്ങിലേക്ക് മേടിച്ചിടുക. ഇത്രയൊന്നും എത്തത്തില്ല കേട്ടോ, ഒരു $5 ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. കൂടുതലൊക്കെ ഒരു ലെക്കെന്ന് പറയാം. അല്ലാതെ 200-നൊക്കെ മേടിച്ചിട്ടവർ ലോങ് ടൈം ലോസിലായിരിക്കും. അത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇനി അടുത്ത് നോക്കാം. കാസ്പ. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം പുതിയ പ്രോജക്റ്റാണ്. കഴിഞ്ഞ ആൾട്ട് സീസണിൽ ഒന്നും ഇല്ലായിരുന്നു. ആൾട്ട് സീസൺ എന്ന് വെച്ചാൽ 2021 റിയലായിട്ട് ഒരു ആൾട്ട് സീസൺ വന്നിട്ടുള്ളത്. അന്നുള്ള ഒരു ഇതാണ് കാസ്പ. 2021 അന്ന് ആൾട്ട് സീസൺ വന്നപ്പോൾ ഇതില്ല, ഇത് 2022-23 ആ ടൈമിലൊക്കെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ കാസ്പ നല്ലതാണ്.
അപ്പം കാസ്പ നിങ്ങൾക്ക് ബൈ ചെയ്യാം. ഓക്കെ, കാസ്പയുടെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഇത് നോക്കിയാൽ മതി. സ്റ്റോർ ഓഫ് വാല്യൂ, ഇത് സ്റ്റോറേജ് ആണ്, അങ്ങനെയുള്ള സംഭവം കാണിത്. ഓക്കെ, ഇതിൻ്റെ നമുക്ക് ഓൾ ടൈം ഹൈയും കാര്യങ്ങളൊക്കെ നോക്കാം. ജസ്റ്റ് ഓൾ ടൈം ഹൈ എന്ന് വെച്ചാൽ 0.2075. നല്ല രീതി ഒരു 2024 നല്ല രീതി പമ്പായിരുന്നു. ഇപ്പം ഡമ്പിലാണ്. ഇപ്പം നിങ്ങൾക്ക് മേടിച്ചിടാം ഇത്. ഇനിയിപ്പോൾ അടുത്ത പറയാം. ICP. അപ്പോൾ ICP ഇൻ്റർനെറ്റ് കമ്പ്യൂട്ടർ. ഓക്കെ, അപ്പോൾ ICP നിങ്ങൾക്ക് അറിയാമായിരിക്കും, നല്ല രീതിയിൽ പമ്പായതാണ്. ഇനിയിപ്പോൾ ആ ഒരു പമ്പൊന്നും എത്തുമെന്നൊന്നും അല്ല പറയുന്നത്. ഇതൊരു കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ് കമ്പ്യൂട്ടർ എന്നാണല്ലോ പേര്. അപ്പോൾ ഇത് അത്യാവശ്യം ഇതിനൊരു പമ്പാക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. മോർ ഇൻഫർമേഷൻ നോക്കി നിങ്ങൾക്ക് വില അറിയാം. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ 2041 $750 വരെ പോയി. ഇതുമില്ല ഫയൽ കോയിനും ഒക്കെ നമ്മൾ വില കാണുമ്പോൾ ഒരു കോമഡി പോലെ തോന്നും. ഇത്രയൊന്നും പ്രൈസിന് ഇതിനിപ്പോൾ സപ്ലൈ കുറവാണ്. 500 മില്യൺ അത്ര ഒരു സപ്ലൈ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു $100 നല്ല ടെക്നോളജി ആയതുകൊണ്ട് അത്രയൊക്കെ പോവും. ഇനിയിപ്പോൾ അടുത്ത നോക്കാം. ഇത് ക്യൂബിക്ക് പൊതുവേ അങ്ങനെ അറിയത്തില്ല. ഇതൊരു നല്ല ട്രില്യൺ കണക്കിന് സപ്ലൈയും കാര്യങ്ങളും ഉണ്ട്. ഇത് പക്ഷേ നല്ലൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഇവരുടെ വാലറ്റ് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഏതൊരു എക്സ്ചേഞ്ച് ചെയ്യുന്നു നിങ്ങൾ ആ വാലറ്റ് കീപ്പ് ചെയ്താൽ മതി. നിങ്ങളൊരു 1 കോടി 100 ലക്ഷം ക്യൂബിക്കെങ്കിലും നിങ്ങൾ മേടിച്ചിട്ടാൽ മതി. അപ്പോൾ അവിടെ വേണമെങ്കിൽ സ്റ്റേക്ക് ചെയ്യാം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ പുതിയൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഇത് ഈ ആൾട്ട് സീസണൊക്കെ വരുമ്പോൾ ഇത് നല്ല രീതിയിൽ ഇത് പമ്പാവുന്നൊരു സംഭവമാണ് ക്യൂബിക്ക്. ഓക്കെ, ട്രില്യൺ കണക്കിന് സപ്ലൈ എന്ന് വെച്ച് കാര്യമൊന്നുമില്ല. ഡോഗ് കോയിനൊക്കെ അറിയാമല്ലോ, അതിന് സപ്ലൈ അൺലിമിറ്റഡ് അല്ലേ. അപ്പോൾ അത് നല്ല രീതിയിൽ പമ്പായി ഇപ്പം നിൽപ്പില്ലേ. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു പ്രൊജക്റ്റാണ്, കമ്പ്യൂട്ടിംഗ് ആണ്. അപ്പം അടുത്ത നോക്കാം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ സിലിക്ക, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ. അപ്പം ഇതാണ് സിലിക്ക. ഇത് ഒരു പ്രൈവസിയാണ്. ഇതിൻ്റെ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് നല്ല രീതിയിൽ ലോയിലാണ്. ഓക്കെ, ഇതിൻ്റെ ഇപ്പോൾ സർക്കുലേറ്റിംഗ് സപ്ലൈ ഇത്രയുണ്ട്, അതൊന്നും കാര്യമാക്കണ്ട. പക്ഷേ ഇതൊക്കെ നല്ലൊരു പ്രൊജക്റ്റാണ്, കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. മെയ്ഡ് ഇൻ ചൈനയുടെ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഗെയിമിങ്, പേയ്മെൻറ്റ്, പിന്നെ മൈനബിൾ ചെയ്യാം, സ്കെയിലിങ്, സ്റ്റേക്കിങ്, ലെയർ 1. അപ്പം ഇത് നിങ്ങൾക്ക് കൂടുതലൊന്നും ഇത് റെക്കമെൻഡ് ചെയ്യുകയല്ല, ഇത് നിങ്ങൾക്ക് ബൈ ചെയ്യാം. ഇപ്പോൾ മോർ ഇൻഫർമേഷൻ നമ്മൾ നോക്കിയാൽ ഓൾ ടൈം ഹൈ എന്ന് വെച്ചാൽ 0.25 അത്രയൊക്കെ വന്നിട്ടുണ്ട്. ഓൾ ടൈം ലോ എന്ന് വെച്ചാൽ 2020 അപ്പോൾ ഇത് നിങ്ങൾക്ക് ബൈ ചെയ്യാം. വേറെയൊക്കെ ഒരുപാടുണ്ട്, അതൊക്കെ നിങ്ങൾ റിസർച്ച് ചെയ്ത് നോക്കുക. ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞാണ്. ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾ കുറച്ചെങ്കിലും ബൈ ചെയ്യുക. പിന്നെ ബിറ്റ് കോയിനും എതേറിയം, സൊളാന ഇതൊക്കെ നോക്കുക. പിന്നെ ആസ്റ്റർ എന്നൊരു ഡെക്സിൻ്റെ ഒരു കോയിനുണ്ട്, ആസ്റ്റർ ASTER, അതും നിങ്ങൾ നോക്കുക. അത് നല്ല രീതിയിൽ പമ്പാവും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. കുറേ ലെങ്തുള്ള വീഡിയോ ആണ്. ഇത് വലിയ വ്യൂ ഒന്നും കിട്ടില്ലെന്ന് അറിയാം, എങ്കിലും പറഞ്ഞതാണ്. അപ്പം ഞാൻ കൂടുതൽ എമൗണ്ട് ഇട്ട് ചെയ്യണമെന്നൊന്നും പറയാമല്ല. നിങ്ങൾക്ക് കയ്യിലുള്ളത് കൊണ്ട് ബൈ ചെയ്യുക. $1-2 മേടിച്ചിട്ട് വാലറ്റ് കീപ്പ് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഇപ്പോൾ മാർക്കറ്റ് ഇപ്പം ഡമ്പായെന്ന് വെച്ചാൽ ആരും പാനിക്കൊന്നും വേണ്ട. ബിറ്റ് കോയിനൊക്കെ നല്ല ഇരട്ടിയായിട്ട് തിരിച്ചു കയറും. അതുകൊണ്ട് ആരും പാനിക്കൊന്നും വേണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു കൂടി നന്ദി, നമസ്കാരം.